അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു കേക്ക് ഉണ്ടാക്കില്ല, വെറൈറ്റി ഒരു കേക്ക്. അപ്പോൾ നട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ 4 ഭാഗം എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം. ബ്രെഡൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതേ രൂപത്തിൽ. നമുക്ക് എന്ത് ചെയ്യണം, കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം വേണം. അപ്പോൾ അതിനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രെഡ് ഒന്ന് അടിയിൽ വെച്ചെടുക്കാം. വലിയ പീസുകളൊക്കെ വെച്ച് റെഡി ആക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ചെറിയ പീസ് സൈഡിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മിൽക്ക് സിറപ്പാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ മിൽക്കിലാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്, പച്ചവെള്ളത്തിലല്ല. നമ്മൾ പാലിൽ ചേർത്തത് എന്ത് ചെയ്യുക, അതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിച്ചിട്ട് എന്ത് ചെയ്യണം, ക്രീം ടൈപ്പിലാക്കിയിരിക്കണം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും പൊടിച്ചെടുക്കണം. നമുക്കതൊന്ന് പൊടിക്കാം. മിക്സിയിലിട്ട് പൊടിച്ചാലും മതി, അല്ലാതെ എങ്ങനെ പൊടിച്ചു കൊടുത്താലും മതി. അപ്പോൾ അത് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇനി എന്ത് ചെയ്യുക, നമുക്ക് നേരത്തെ വെച്ച ബ്രെഡിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. എല്ലായിടത്തും ഫില്ലാവണത് നല്ലതാണ്. നമുക്ക് തിന്നുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതിനനുസരിച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ഫില്ലാക്കിയിട്ടുള്ളത് നല്ലതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം നമുക്ക് എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് എല്ലായിടത്തും നമുക്ക് ഫില്ലാക്കി കിട്ടണം. അപ്പോൾ ഫസ്റ്റത്തെ ലെയറിൽ വിപ്പിംഗ് ക്രീമൊക്കെ തേച്ചിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇടാൻ പോകുന്നത് നട്ട്സുകളാണ്. അപ്പോൾ അതിനുള്ള നട്ട്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ബദാം, പിന്നെ ഒരു നട്ട്സിൻ്റെ പേര് നമുക്കറിയില്ല, ഒരു കടല പോലത്തെ നട്ട്സാണ്. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് മേടിച്ചതാണ്. നമുക്ക് ആദ്യം ബദാം ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ആ കടല ടൈപ്പിലുള്ള സാധനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് ചൂടാക്കി എടുത്തതാണ്. നമ്മളെന്ത് ചെയ്യുക, കുറച്ച് പൊട്ടുകടല ഇതിന് മുകളിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ബ്രെഡ് വെച്ചെടുക്കുക. നേരത്തെ അതേപോലെ തന്നെ എല്ലായിടത്തും നല്ല ഫില്ല് ചെയ്ത് കിട്ടണം നമുക്ക് ബ്രെഡ്. നമ്മൾക്ക്
നമുക്ക് ഫില്ല് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സിറപ്പ് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചെടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വിപ്പിംഗ് ക്രീം ഒന്ന് നമുക്ക് വേറൊരു കളറിൽ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് മാറ്റി വെച്ചതാണ്. നമ്മൾ 2 കളറിലാക്കി കൊടുക്കാത്തതാണ് വേറെ കളർ. ഇത് ഒരു കളറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ല ഫില്ലായി കിട്ടണം എല്ലായിടത്തും. എന്നാലും നമ്മൾ ഏത് സൈഡിൽ നിന്ന് എടുത്താലും നമുക്ക് അതേപോലെ എല്ലാ ലെയറിലും ക്രീമൊക്കെ ആയി കിട്ടുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്തൊന്ന് സെറ്റാക്കിയിട്ട് റെഡിയാക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ബിസ്ക്കറ്റ് ഇട്ടിട്ട് ഫില്ല് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ നേരത്തെ പോലെ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് കടലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് മുകളിൽ ബ്രെഡ് വീണ്ടും വെച്ച് കൊടുക്കുക. മൊത്തം നമ്മൾ 3 ലെയറാണ് നമ്മളിത് ബ്രെഡ് എടുത്തിട്ടുള്ളത്. നമ്മൾ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാലിലാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞു. അപ്പോൾ പാലിൽ ചെയ്താൽ നല്ല ടേസ്റ്റാണ്, അതിനാണ് നമ്മൾ പാലിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വൈറ്റിൽ തന്നെ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇതെല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യണം, ഫില്ലാക്കി കിട്ടണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഡയറി മിൽക്കാണ്. ഡയറി മിൽക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ ചുടുവെള്ളത്തിട്ടിട്ട് അലിയിച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്ന് ആക്കിയപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമായിരുന്നു വന്നത്. നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് അലിയിച്ചതാണ്, ചുടുവെള്ളത്തിട്ടിട്ട്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, അതാണ് നമ്മൾ പിന്നെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റൊക്കെ നമ്മൾ പരത്തി സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ നമ്മൾ ബൂസ്റ്റിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ബൂസ്റ്റും പൊടി ഫുള്ളായിട്ട് ഇട്ടിട്ട് നമ്മൾ മെയിനായിട്ടില്ല വരും. നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ഇട്ടാത്തത്. ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഫ്രീസറിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. മഴയൊക്കെ മാറിയിരിക്കണം. അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ നമ്മൾ കൊണ്ടും ചെയ്യണത്. അപ്പോൾ മുകളിൽ ചോക്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് കട്ട പിടിക്കും. അതേപോലെ ഒരു കത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മുറിച്ച് കൊടുക്കാം. നമുക്കൊരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യാം, ഒന്ന് പൊന്തിച്ച് എടുക്കാം. നമുക്ക് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കേക്ക്. സംഭവം നമ്മൾ തിന്നു നോക്കിയിരിക്കണ നേരത്തെ, നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക.
അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ് എളുപ്പത്തിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി, കേട് വരുമൊന്നുമില്ല. 2-3 ദിവസമൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.